ഹലോ ഗൈസ്, വെൽക്കം ടു സാൻസ് വ്ലോഗ്സ്. ഇറ്റ്സ് മീ സാന്ദ്ര. ഞാനിവിടെ സൗദി അറേബ്യയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടി നന്നായേനെ, ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നേനെ എന്നൊക്കെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ സൗദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, പുതിയ അപ്ഡേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും, എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായവർക്കാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ MOHന്റെ. സോ അതിന്റെ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഡേറ്റ ഫ്ലോ. അപ്പോൾ ഡേറ്റ ഫ്ലോ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് ആണ്. സോ നിങ്ങൾ ഡേറ്റ ഫ്ലോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ഡേറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു 2 ഇയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മോർ ദാൻ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരായിരിക്കും. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതനുസരിച്ചിട്ടുള്ള സാലറി ആയിരിക്കും MOH പറയുന്നത് ഇന്റർവ്യൂ കഴിയുമ്പോൾ. അതല്ലാതെ നിങ്ങളിപ്പോൾ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 1 ഇയറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഡേറ്റ ഫ്ലോ നിങ്ങൾ ചെയ്തു. ഒരെണ്ണം നിങ്ങളിപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് സ്റ്റിൽ വർക്കിംഗ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഏജൻസിക്കാർ പറയായിരിക്കും നിങ്ങൾക്ക് സ്റ്റിൽ വർക്കിംഗ് വെച്ച സർട്ടിഫിക്കറ്റിന്റെയും അല്ലാത്ത ഒരു 1 ഇയർ സർട്ടിഫിക്കറ്റിന്റെ സാലറിയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നൊക്കെ. പക്ഷേ പലർക്കും ഇവിടെ അറിയാതെ വരുന്ന കാര്യമുണ്ട്. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേക്കും അറിയുന്ന നമ്മുടെ സ്റ്റിൽ വർക്കിംഗ് ഇവിടെ ആഡ് ആവത്തില്ല. നമ്മുടെ സാലറി സ്റ്റിൽ വർക്കിങ്ങിൻ്റെ അതൊരു 1 ഇയർ ആയിട്ട് കൂട്ടത്തില്ല. അപ്പം നമുക്കൊരു 1 ഇയറിൻ്റെ സാലറി മാത്രമായിരിക്കും ഇവിടെ വരുമ്പോൾ കിട്ടുക. സോ നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് വെച്ച് സർട്ടിഫിക്കറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആ സ്റ്റിൽ വർക്കിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാവൂ. അല്ലെങ്കിൽ നിങ്ങൾ 1 ഇയർ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആഡ് ആവത്തില്ല. കാരണം നിങ്ങൾക്ക് അത്രയും റിയാൽ കുറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ സാലറി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നിങ്ങൾ എക്സാം ഒക്കെ പാസ്സായി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടായിരിക്കും നോക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ നമ്മളിപ്പോൾ ഓർക്കും MOH ആണ്, ഓപ്പൺ MOH, ക്ലസ്റ്റർ MOH അങ്ങനെ 2 തരത്തിലുള്ളതുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ വരും. കാരണം ഞാൻ എൻ്റെ ഏജൻസിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ, ഞാൻ ഏജൻസി ത്രൂ ആണ് വന്നത്, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഏതാണെന്ന് അവരെനിക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, എനിക്ക് ഫസ്റ്റ് വന്ന ഇൻ്റർവ്യൂ ഓപ്പൺ MOH ആണ്, ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്താണ് വന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ MOHും ക്ലസ്റ്ററും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഒരു ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺ MOHൽ നമുക്ക് ഹോസ്പിറ്റൽ ഏതാണെന്ന് നമുക്ക് പ്രയോർ അറിയാൻ പറ്റത്തില്ല. മേ ബി ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവർ നമുക്ക് വിസ വരുന്നതിന് ആ ടൈമിലായിരിക്കും പറയുക. ചിലപ്പോൾ ടിക്കറ്റ് വന്ന് പോരുന്നതിൻ്റെ തലേദിവസമായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ അറിയുക. ചിലപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞായിരിക്കും അറിയുക. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ക്ലസ്റ്ററിനും ഓപ്പൺ MOHനും കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ സെയിം തന്നെയായിരിക്കും. ക്ലസ്റ്ററിൽ നമുക്ക് ഹോസ്പിറ്റൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രയോറായിട്ട് ഹോസ്പിറ്റൽ അറിയാം, അല്ലെങ്കിൽ അവരെന്തായാലും ഇന്റർവ്യൂ കഴിയുമ്പോൾ പറയും. ഇതൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ബെനിഫിറ്റ്സ് ഒക്കെ സെയിം തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ഓപ്പൺ MOHന്റെ അണ്ടറിലാകുമ്പോൾ നമുക്ക് വരുന്ന ഹോസ്പിറ്റൽസ് ജനറൽ ഹോസ്പിറ്റൽസ്, പ്രൈമറി ഹെൽത്ത് സെന്റർ, PHC, പിന്നെ വേറെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ഒക്കെ ആവാം. അത് എങ്ങനെ വേണമെങ്കിലും വരാം. ചെറിയ ഹോസ്പിറ്റൽ മുതൽ വലിയ ഹോസ്പിറ്റൽസ് വരെ നമുക്ക് ഓപ്പൺ MOHന്റെ അണ്ടറിൽ നമ്മളെ അസൈൻ ചെയ്യും. പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സൗദിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന ഒരു നല്ല ഏജൻസി ആയിരിക്കും. ഇപ്പം മുട്ടിന് കുറേ ഏജൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടൈമാണ് ഏത് ഏജൻസി ചൂസ് ചെയ്യാന്നുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഏജൻസി നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷേ ഏത് ഏജൻസി ആണെങ്കിലും ഇപ്പോൾ ഒരു മിനിമം 4 lakhs ആണ് അവരുടെ ഏജൻസി ഫീസായിട്ട് ആവശ്യപ്പെടുന്നത്. സോ നിങ്ങൾക്ക് വലിയ പൈസ മുടക്കില്ലാത്തൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ODPC എന്ന് പറയുന്ന ഒരു കേരള ഗവൺമെൻറ് ഓൺഡ് ഏജൻസി ഉണ്ട്. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. അത് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് സർവീസസ് ചെയ്യുന്ന ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്. ODPC അതിൻ്റെ സൈറ്റിൽ നമ്മുടെ റെസ്യൂമ് അറ്റാച്ച് ചെയ്ത് നമ്മൾ അവർക്ക് ഒരു മെയിൽ അയക്കുക. അവരെന്തായാലും നമ്മളെ ഡെഫിനറ്റ്ലി കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ നമുക്ക് മെയിൽ അയക്കും. ഇപ്പോൾ സപ്പോസ് ഒരു MOH ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ ചാൻസസ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും, നമ്മൾ അതിന് ആപ്റ്റാണെങ്കിൽ. സോ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തിടുക. odpc.kerala.government.in എന്നാണ് സൈറ്റ് പേര്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുവാണെങ്കിൽ അവരെന്തായാലും വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരൊരു മെയിലെങ്കിലും അയക്കും, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കും. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഏജൻസിക്ക് കൊടുക്കുന്ന 4 ലക്ഷം നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല. കാരണം നമ്മൾ ഈ ഗവൺമെൻറ് ത്രൂ ഏജൻസി വഴി ചെയ്യുമ്പോൾ നമുക്കൊരു 35,000-നുള്ളിലൊക്കെ ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് വരിക. പക്ഷേ നമ്മൾ ഡേറ്റ ഫ്ലോയും കാര്യങ്ങളൊക്കെ വേറെ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ചെയ്യണം. എന്നാൽ പോലും നമ്മൾ ഏജൻസിക്ക് വെറുതെ കൊടുക്കുന്ന പൈസയുണ്ട് 4 ലക്ഷം അവരുടെ ഫീസായിട്ട് മാത്രം. അപ്പോൾ അതെന്തായാലും നമുക്ക് നഷ്ടമാവത്തില്ല. പിന്നെ നമ്മളിപ്പോൾ ഏജൻസി കൊടുത്ത് ചെയ്താലും ഡേറ്റ ഫ്ലോയ്ക്കും എലിജിബിലിറ്റിക്കും എക്സാമിനും മെഡിക്കലിനും എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് പൈസയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏജൻസി ഫീസ് മാത്രമായിട്ടാണ് ഈ 3-4 ലക്ഷമൊക്കെ ചിലർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇതിലൊന്ന് സൈറ്റിൽ നിങ്ങൾ വെറുതെ രജിസ്റ്റർ ചെയ്തിടുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് മെഡിക്കൽ, ഇമിഗ്രേഷൻ, വിസ, ടിക്കറ്റ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.